Hi all. Welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ നേരത്തെ കേരള PSC കണ്ടക്ട് ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിലെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ നിന്നുള്ള സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള കാൽക്കുലസിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കാൽക്കുലസിൽ നിന്നും 12 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. സോ 12 മാർക്സ് ആണ് ഔട്ട് ഓഫ് 40 കാൽക്കുലസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 f of x for the function graphed in the following figure. എന്നിട്ട് ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 plus f of x ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ we analyze the right hand limit of the function as x approaches 2 from values greater than 2. ഈ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും the function behaves differently on either side of x is equal to 2. As x tends to 2 plus, അതായത് approaching 2 from the right, the function grows rapidly towards the positive infinity. കണ്ടില്ലേ? അതായത് ഇത് സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവിടെ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള അസിംപ്റ്റോട്ട് ഉണ്ട്. എവിടെ? x ഈക്വൽ ടു 2 എന്ന വാല്യൂല്, ആ ഒരു പോയിന്റില്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ടെൻസ് ടുവാർഡ്സ് പോസിറ്റീവ് ഇൻഫിനിറ്റി. ആസ് എക്സ് ടെൻസ് ടു 2 പ്ലസ് വി കൺക്ലൂഡ് ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇൻഫിനിറ്റി. Now coming to the next question. For what values of x, if any, is the function f of x is equal to x square minus 4 whole divided by x square minus 5x plus 6 discontinuous? So ആദ്യം തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എവിടെയൊക്കെയാണ് ഡിനോമിനേറ്റർ 0 ആയിട്ട് വരുന്ന പോയിന്റ്സ് എന്നുള്ളത്. അതായത് ഇറേഷണൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത് എപ്പോഴാണ്? ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സിലാണ്, അതായത് ഡിവിഷൻ ബൈ 0 ഒക്കർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. അങ്ങനെ എഴുതാലോ നമുക്ക്. ഇനി ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു നോക്കുക. ഇനി നമ്മൾ എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 2 and 3 അല്ലേ? അതായത് ഫംഗ്ഷൻ പൊട്ടൻഷ്യലി ഡിസ്കണ്ടിന്യൂസ് ആവുന്നത് എക്സ് 2 ആവുമ്പോഴും എക്സ് 3 ആവുമ്പോഴും ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ റിമൂവബിളും നോൺ റിമൂവബിളും ആയിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് ചെക്ക് ചെയ്യാണ്. അതായത് ന്യൂമറേറ്റർ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. അതായത് എക്സ് സ്ക്വയർ മൈനസ് 4 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. അങ്ങനെ എഴുതിക്കൂടെ നമുക്ക്? യെസ്. ഇനി ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്ത് നോക്കുകയാണ്. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഓൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 അല്ലേ? ഇനി കോമൺ ഫാക്ടർ ആയിട്ടുള്ള എക്സ് മൈനസ് 2 നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ഇനി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അപ്പം എന്തായിരിക്കും? എക്സ് പ്ലസ് 2 ബൈ എക്സ് മൈനസ് 3 ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 2. അതായത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്താ നടക്കുക? ദ ഒറിജിനൽ ഫംഗ്ഷൻ ഈസ് ഇൻഡിറ്റർമിനേറ്റ്, അതായത് 0/0 ഫോമിലായിരിക്കും. മീനിങ് ദർ ഈസ് എ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ. ഇനി എക്സ് 3 ആവുന്ന കേസിലാണെങ്കിൽ denominator is still 0 but the numerator is non-zero. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു ഇൻഫൈനൈറ്റ് അല്ലെങ്കിൽ നോൺ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ബോത്ത് എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 3, വേർ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ റിമൂവബിളും ഈക്വൽ ടു 3 എന്ന് പറയുന്നത് നോൺ റിമൂവബിളും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 3, അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the line 3x minus 2y
is equal to 7 is tangent to the graph of y is equal to f of x at x is equal to 1, then what is the value of f dash of 1? അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാവേ. അതായത് ഒരു ലൈൻ 3x minus 2y is equal to 7. It is tangent to the graph of y is equal to f of x. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? It is tangent to the curve y is equal to f of x at x is equal to 1. f dash of 1 എന്ന് പറയുന്നത് it represents the slope of the tangent line at x is equal to 1. Okay, which is the same as the slope of the given line. Okay, അതിനെ അങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ഗിവൺ ലൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതുവാണെങ്കിൽ y is equal to mx plus c. അതായത് 3x minus 2y is equal to 7. ഇനി സോൾവിങ് ഫോർ y, minus 2y is equal to minus 3x plus 7, and where y is equal to what? 3 by 2x minus 7 by 2. ഇതിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? സ്ലോപ്പ് എം എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഈ ലൈനിലെ സ്ലോപ്പ് എം എന്ന് പറയുന്നത് 3/2 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗിവൺ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടാൻജന്റ് ടു ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡാഷ് ഓഫ് 1 is equal to 3/2. Okay, so it's very simple. Final answer is 3/2, which is option D. Okay, now moving to the next question. Find value of C element of -4 and 6 appearing in the mean value theorem if f of x is equal to 2x square minus 3x. First of all, mean value തിയറത്തിനകത്ത് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെങ്കിൽ അതും എന്താണ്? ഇന്റർവെൽ a to b അല്ലേ? അതുപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ആണ്. ഏത് കേസിൽ? ഓൺ a, b. Then there exists some C element of a, b such that f dash of C എന്ന് പറയുന്നത് f of b minus f of a divided by b minus a. നമുക്ക് ഫംഗ്ഷനും ഇന്റർവെല്ലും തന്നിട്ടുണ്ട്. അതായത് f of x is equal to 2x square minus 3x എന്ന് തന്നിട്ടുണ്ട്. ഇന്റർവെൽ എന്ന് പറയുന്നത് എത്രയാണ്? -4 to 6. ഇനി നമുക്ക് എഫ് ഓഫ് എയും ബിയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് -4 അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 2x square 2 into -4 square minus 3 into -4 is equal to 2 into 16 plus 12 is equal to 44. നല്ല കിട്ടാ. ഇനി എഫ് ഓഫ് 6 ആണെങ്കിലോ 2 into 3 square minus 3 into 6 is equal to 2 into 36 minus 18 അല്ലേ? 72 minus 18 വരും നമുക്ക് അങ്ങനെ. So it will be 54 I think. Okay. ഇനി ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ? അതായത് എഫ് ഓഫ് 6 മൈനസ് എഫ് ഓഫ് -4
divided by 6 plus 4. This is equal to നമുക്ക് എന്ത് എഴുതാം? f of 654 minus 44 divided by 6 plus 4 equal to നോക്കിയേ 10 by 10 10 by 10. This is equal to 1. So average rate of change നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് കാണണം? f dash of x. അതായത് f of x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് this is equal to d by dx of എന്ത് എഴുതണം? നമ്മുടെ f of x എന്ന് പറയുന്നത് 2x square minus 3x. This is equal to 4x minus 3 അല്ലേ വരിക? യെസ്. ഇനി മീൻ വാല്യൂ തിയറത്തിൽ പറയുന്നത് എന്താണ്? there exists some c such that f dash of c is equal to 1. 4c minus 3 is equal to 1 അല്ലേ? So 4c is equal to 4 and c is equal to 1. Since c is equal to 1 lies in the interval minus 4 to 6, the correct answer is option B, 1. Okay, I hope you got the point. Moving to the next question, in which it is given as the derivative of an increasing function is increasing function ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിരിക്കും അല്ലേ? നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ ചെയ്യാം. എന്നിരുന്നാലും ഞാൻ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ of a function എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ശരിക്കും അല്ലേ? The behavior of the derivative determines whether a function is increasing or decreasing. Okay. In case of increasing function, increasing function ആണെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് വെച്ചാൽ ഒരു ഫംഗ്ഷൻ f of x is said to be increasing if f dash of x എന്ന് പറയുന്നത് greater than 0 for all x in its domain. ഓക്കെ, അതായത് x ഇൻക്രീസ് ചെയ്യുമ്പോൾ f of x ഉം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ. ഡെറിവേറ്റീവ് ഓഫ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഈസ് പോസിറ്റീവ്. ഇനി തന്നിട്ടുള്ള ബാക്കി ഓപ്ഷൻസ് നോക്കിക്കേ. നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് ആൻസർ ആവുന്നില്ല, ഇൻകറക്റ്റ് ആണ്. കാരണം ദ ഡെറിവേറ്റീവ് ഈസ് ഡിഫൈൻഡ് ഫോർ മോസ്റ്റ് ഇൻക്രീസിങ് ഫംഗ്ഷൻസ് അൺലെസ് ദർ ഈസ് എ ഡിസ്കണ്ടിന്യൂറ്റി. ഇനി എന്തുകൊണ്ട് അത് 0 ആവുന്നില്ല? ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എവ്രിവർ, ദ ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ്, നോട്ട് ഇൻക്രീസിങ്. മനസ്സിലായില്ലേ പോയിന്റ്? ഇനി കമ്മിങ് ടു ദ ഓപ്ഷൻ സി, ഇതും ഇൻകറക്റ്റ് ആണ്. കാരണം എന്താ? ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 then the function is decreasing, not increasing. Okay, so the right answer is option D, positive. നമുക്ക് അടിവരയിട്ട് തന്നെ പറയാം an increasing function has a positive derivative. ഇനി 14th question. At a point of inflection of a function, its third derivative is negative തന്നിട്ടുണ്ട്, 0 തന്നിട്ടുണ്ട്, not equal to 0 തന്നിട്ടുണ്ട്, പോസിറ്റീവ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻസൽഡ്. കാരണം എന്താന്നുള്ളത് നോക്കാം. At a point of inflection of a function, the second derivative, അതായത് f double dash of x changes sign, which means that f double dash of x, f double dash ആണ് കേട്ടോ ഇത്, is equal to എന്തെന്ന് പറയാം നമുക്ക്? 0 at the point, but not necessarily for all values around it. ഇനി തേർഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിലോ, which is f triple dash of x എന്ന് പറയുന്നത്. ഈ തേർഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി 0, മേ ഓർ മേ നോട്ട് ബി 0. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇഫ് എഫ് ട്രിപ്പിൾ ഡാഷ്
of x is not equal to 0 ആണെങ്കിൽ it indicates a change in concavity. ഇനിയിപ്പോ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? വി മസ്റ്റ് ചെക്ക് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ടു ഡിറ്റർമിൻ ദ ഇൻഫ്ലെക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം? അറ്റ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ of a function, the third derivative may or may not be 0. അതായത് may be 0 or may be non-zero. പക്ഷെ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറ്റ് കൺഫേംസ് ആൻ ഇൻഫ്ലെക്ഷൻ പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 0 to pi by 2 root of cos x all divided by root of sin x plus root of cos x is equal to what? ഇതിനകത്ത് നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. I is equal to integral 0 to എത്ര തന്നിട്ടില്ലേ നമുക്ക്? pi by 2 അല്ലേ? f of x dx is equal to integral 0 to pi by 2 f of pi by 2 minus x dx. We substitute x by pi by 2 minus x in the given function. അപ്പോൾ നമുക്കറിയാം sin of pi by 2 minus x is equal to cos x ആയിരിക്കും. അതുപോലെ cos pi by 2 minus x എന്ന് പറയുന്നത് എന്തായിരിക്കും? sin x ആയിരിക്കും. അപ്പോൾ ട്രാൻസ്ഫോംഡ് ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ എഴുതാം? I is equal to integral 0 to pi by 2 root of sin x divided by root of sin x plus root of cos x dx. ഇനി ഈ 2 ഇന്റഗ്രൽസും തമ്മിൽ ആഡ് ചെയ്യുക. ഏതൊക്കെ? ഒറിജിനൽ ഇന്റഗ്രലും അതുപോലെ തന്നെ ട്രാൻസ്ഫോംഡ് ഇന്റഗ്രലും. ഞാൻ അടുത്ത പേജിൽ ചെയ്യുവാണേ. അതായത് ഒറിജിനൽ ഇന്റഗ്രൽ പ്ലസ് ട്രാൻസ്ഫോംഡ് ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു, എനിക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to pi by 2 root of cos x, ഒറിജിനൽ അല്ലേ ഇത്, ഡിവൈഡഡ് ബൈ root of sin x plus root of cos x dx plus integral 0 to pi by 2 then root of sin x all divided by root of sin x plus root of cos x dx. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഇന്റഗ്രലും ആയിട്ടുണ്ട്, ട്രാൻസ്ഫോംഡ് ഇന്റഗ്രലും ആയിട്ടുണ്ട്. സോ സിൻസ് ദ ഡിനോമിനേറ്റേഴ്സ് ആർ ദ സെയിം വി ക്യാൻ കമ്പൈൻ ഇറ്റ് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇന്റഗ്രൽ 0 to pi by 2 is equal to root of cos x plus root of sin x divided by root of sin x plus root of cos x dx equal to, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? ഇന്റഗ്രൽ 0 to pi by 2 1 dx എന്ന് കിട്ടില്ലേ? ദിസ് ഈസ് ഈക്വൽ ടു, നമ്മൾ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഇന്റഗ്രൽ ഡി എക്സ്, അതായത് 0 to pi by 2 dx ആണ് വരുന്നത്. സോ ഐ പ്ലസ് ഐ ഈസ് ഈക്വൽ ടു പൈ ബൈ 2. നെക്സ്റ്റ് പേജിൽ എഴുതുവാണേ. ഐ പ്ലസ് ഐ എന്ന് പറയുമ്പോൾ നമുക്ക് 2i എന്ന് എഴുതിക്കൂടെ? നമുക്ക് 2i is equal to pi by 2. So I is equal to pi by 4, which is option A. This is the right answer.
ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16th ക്വസ്റ്റ്യനിൽ എന്താണ്? ഇവാലുവേറ്റ് ദ ഏരിയ ഓഫ് ദി ടാൻജന്റ് കട്ട് ഓഫ് ഫ്രം ദി പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു 8y ബൈ ദ ലൈൻ 8 മൈനസ് 2y പ്ലസ് 8 ഈക്വൽ ടു 0. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് നോക്കുന്നില്ല, കാരണം ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് ടഫാണ്, എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 2 1 8x സ്ക്വയർ y ക്യൂബ് മൈനസ് 10 എത്രയാന്ന് കാണാനായിട്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. x is equal to 2 and y is equal to 1 അല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്ത്? 8x സ്ക്വയർ y ക്യൂബ് മൈനസ് 10 എന്ന് തന്നിട്ടുള്ളത്. നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ, എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 22. It's that simple. So answer is option A, 22. Now, next question. If d is equal to 2 into square root of x cube plus y square is the length of the diagonal of a rectangle whose sides are x and y. d is equal to തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് റെക്ടാങ്കിൾ whose sides are x and y. Okay. That are allowed to vary. What is the rate of change of d with respect to x at the point 1 2? അപ്പൊ നമ്മളിവിടെ എന്താണ് കാണേണ്ടത്? We need to find the rate of change of d with respect to x at point 1 2. That is, എങ്ങനെ പറയാം നമുക്ക്? dd divided by dx. ഇങ്ങനെയല്ലേ വരാ? നമുക്ക് രണ്ട് സൈഡ്സ് ഒന്ന് തന്നിട്ടുള്ള ഇക്വേഷന്റെ, അതായത് d is equal to 2 root of x cube plus y square. അപ്പൊ ചെയിൻ റൂൾ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോ സേ u is equal to x cube plus y square ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഡീനെ എങ്ങനെ എടുത്തെഴുതാനായിട്ട് പറ്റും? 2 root of u is equal to 2u all power 1/2 എന്ന് എഴുതിക്കൂടെ? യെസ്. ഇനി നമ്മൾ ബോത്ത് സൈഡ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ എനിക്ക് എങ്ങനെ എഴുതാം? dd is equal to 2 into 1/2. ഞാൻ ആ നേരത്തെ യുവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വാല്യൂ ഇവിടെ എടുത്തെഴുതുവാണ്. എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ ഓൾ പവർ minus 1/2 into d by dx of x cube plus y square. Y is independent of x. We treat y as a constant then. അല്ലേ? y സ്ക്വയറിനെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡി കാണേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ എടുത്തെഴുതാം? d by dx of x cube plus y square is equal to 3x square അല്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? dd by dx is equal to 1 by root of x cube plus y square into 3x square. ഇനി x equal to 1 y equal to 2 അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? x cube plus y square എന്ന് പറയുന്നത് എത്രയായിരിക്കും? പിന്നെ 1ഉം 4ഉം അല്ലേ വരിക? യെസ്. അപ്പൊ 5 ആയിരിക്കും. സോ ആ വാല്യൂസ് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ dd by dx is equal to എങ്ങനെ വരും? 3 into 1 whole square is equal to 3 divided by into root 5. Okay. So the right answer is option A, which is 3 by root 5. I hope you got the point.
സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ ചെയിൻ റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 0 to y 3x² minus y dx dy is equal to dash. നമുക്ക് ഡബിൾ ഇന്റഗ്രൽ കാണാനാണ് തന്നിരിക്കുന്നത് അല്ലേ? എക്സ് എന്ന് പറയുന്നത് ഇറ്റ് വാരീസ് ഫ്രം 0 to y. y എന്ന് പറയുന്നത് വാരീസ് ഫ്രം 0 to 2. dx dy ആ ഓർഡറിലാണ്. ദെൻ ഇനി നമുക്ക് ഇന്നർ ഇന്റഗ്രൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ 1 എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to y 3x² minus y into dx. ഇനി ഇതിനെ രണ്ട് പാർട്ട് ആക്കുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഇന്റഗ്രൽ 0 to y 3x² dx minus integral 0 to y dx. സോ ഫസ്റ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് വരിക? ഇന്റഗ്രൽ 0 to y 3x² dx. അത് ഫസ്റ്റ് ഇന്റഗ്രൽ ആണെന്ന് വിചാരിക്കണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 3 into x power 3 divided by 3 and ലിമിറ്റ്സ് കൊടുത്ത 0 to y അല്ലേ വരിക. അതുപോലെ തന്നെ മൈനസ് ഇന്റഗ്രൽ 0 to y dx അല്ലേ? അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? y into x, അത് 0 to y തന്നെയാണ് വരുന്നത് ലിമിറ്റ്. ഇതിനെനിക്ക് എങ്ങനെ എടുത്തെഴുതാം? 3, ഇതിനെനിക്ക് എങ്ങനെ എടുത്തെഴുതാം? x³ ലിമിറ്റ്സ് 0 to y മൈനസ് y into y minus 0 അല്ലേ? അഗെയിൻ ഇതിന് ഞാൻ ഇത് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് y³ minus 0 minus y². This implies y³ minus y². അപ്പോൾ I1 എന്ന് പറയുന്നത് നമുക്ക് y³ minus y² കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്ത ഇന്റഗ്രൽ ചെയ്ത് നോക്കാം. I is equal to integral 0 to 2 അല്ലേ? ഓഫ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് നമുക്ക് y³ minus y² dy. ഫസ്റ്റ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ 0 to 2 y³ dy അല്ലേ? അത് ഞാൻ ഇവിടെ ചെയ്യുവാണേ. ഫസ്റ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ 0 to 2 y³ dy. ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? y power 4 by 4 ദെൻ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 2. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടുക? 4 എന്നുള്ള വാല്യൂ കിട്ടും. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. ഇനി സെക്കൻഡ് പാർട്ടിൽ വരുന്നത് 0 to 2 ദെൻ y² അല്ലേ? y² dy is equal to y power 3 divided by 3 all power 0 to 2. ഇത് ആൻസർ ചെയ്യുമ്പം നമുക്ക് ഫൈനലി 8/3 എന്നായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ചെയ്ത് നോക്കണേ നിങ്ങൾ. സോ ഇവിടെ എഴുതിയിട്ടുള്ള ഈ I is equal to എനിക്ക് എന്ത് എഴുതാം? 4 minus 8/3 is equal to 4/3. So last answer is option D, 4/3. ഇനി നമുക്ക് കാൽക്കുലസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് 20th ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത്? ട്രിപ്പിൾ ഇന്റഗ്രൽ കാണാനാണ്. അതായത് ഇവാലുവേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ടേം തന്നിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് വൈ എക്സ് ഒക്കെ കാണണം നമുക്ക്. ഫംഗ്ഷനും തന്നിട്ടുണ്ട്. സിൻസ് ദ ഫംഗ്ഷൻ ഈസ് സെപ്പറബിൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇന്റഗ്രലിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യാം. അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? I is equal to ഇന്റഗ്രൽ 10 കിടപ്പുണ്ട്. അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ പുറത്ത് എടുക്കുവാണ്. 10 into ഇന്റഗ്രൽ -1 to 2 x dx അല്ലേ? into ഇന്റഗ്രൽ 0 to 1 സെക്കൻഡ് ഇന്റഗ്രൽ അല്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ്
y square dy. Now, finally, integral 0 to 2 z cube dz. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈച്ച് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. സോ ഈച്ച് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ -1 to 2 x dx ആണ് വരിക. സോ ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 പിന്നെ ലിമിറ്റ്സ് എങ്ങനെ -1 to 2 അല്ലേ വരുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഈസ് അറൗണ്ട് 3/2. ഓക്കെ, ഇനി സെക്കൻഡ് ഇൻ്റഗ്രലിൻ്റെ കേസിലാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 1 y സ്ക്വയർ dy അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? y³ 3 പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 0 to 1 ആണ് വരിക. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1/3 എന്നുള്ള ആൻസർ കിട്ടും. ആൻഡ് കമ്മിങ് ടു ദ തേർഡ് ഇൻ്റഗ്രൽ ഇൻ ടേംസ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു z, അതായത് 0 to 2 അല്ലേ ലിമിറ്റ്? യെസ്. ദെൻ z³ dz is equal to, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഫൈനലി വി വിൽ ഗെറ്റ് ദ ആൻസർ 4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ ദ റിസൾട്ട്സ്. 10 എടുത്ത് എഴുതിയിരിക്കുന്നു ഇൻറ്റു 3/2 ഇൻറ്റു 1/3 ഇൻറ്റു 4. സോ 2, then 3 cancel ആയി. Then this is equal to 20. നോക്കിക്കേ, ഇതിനകത്ത് ഓപ്ഷൻ A 20. That's a right answer. We are winding up the video here. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters.